കൽപ്പാത്തി രഥോത്സവം ഓർമ്മ വച്ച നാൾ മുതൽ പങ്കെടുക്കുന്ന ഉത്സവമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. രഥോത്സവ ഭൂമിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണമല്ല, സൗഹൃദം പങ്കിടലും പരിചയം പുതുക്കലുമാണ് നടക്കുന്നത്. തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉത്സവം വന്നതിനാൽ മുൻ വർഷങ്ങളേക്കാൾ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്നും കൃഷ്ണകുമാർ ജനം ടിവിയോട് പറഞ്ഞു. രഥോത്സവം രണ്ടാം ദിവസവും ആവേശകരമായി പുരോഗമിക്കുകയാണ്. വലിയ തിരക്കാണ്. മുൻ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ രണ്ടാം ദിവസവും സജീവമായി തന്നെ ഈ തേര് നടക്കുന്ന അഗ്രഹാര വീതികളിലുണ്ട്. രണ്ടാം ദിവസവും വലിയ തിരക്കാണല്ലോ മുൻ വർഷത്തെക്കാളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതെ, ഇത്തവണ കൽപ്പാത്തി രഥോത്സവത്തിന് തുടക്കം മുതൽ വലിയ ചർച്ചയായതാണല്ലോ. രഥോത്സവത്തിൻ്റെ ഒന്നാം തേര് ദിവസം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. തുടർന്ന് അത് വലിയ ചർച്ചയായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തവണ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ കൽപ്പാത്തിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ആ ദിവസം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ ചർച്ചയായതുകൊണ്ട് കൽപ്പാത്തി രഥോത്സവം ഒന്നുകൂടി പ്രശസ്തമായി, കളർഫുള്ളായി. ആളുകളുടെ ഇടയിൽ ഇത് വലിയ ചർച്ചാ വിഷയമായി. എല്ലാവർക്കും ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തണം എന്നുള്ളൊരാഗ്രഹം വന്നു. ഞാൻ ഈ മറ്റുള്ള ജില്ലകളിൽ നിന്നുള്ള ധാരാളം ആളുകളെ ഇപ്പോൾ പരിചയപ്പെടാൻ പറ്റി. എന്തൊക്കെയാണ് തേരിന് വന്നിട്ട് അമ്പലത്തിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണോ? അത് കൽപ്പാത്തി ശിവക്ഷേത്രത്തിലും മന്തക്കര ഗണപതി ക്ഷേത്രവും ചാത്തപുരത്തും എല്ലാം ഞാൻ കുട്ടിക്കാലം മുതൽ വരുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട് നമസ്കാരം വരുന്നതാണ്. അതുകൊണ്ട് രഥോത്സവം ദിവസം മാത്രമല്ല, രഥോത്സവം ദിവസം കാലത്ത് നേരത്തെ വന്ന് തൊഴുതു പോകും. ഇപ്പോൾ രഥപ്രയാണ വീതികളിലൂടെ നടക്കുക എന്നുള്ളത് കുട്ടിക്കാലം മുതലുള്ള ശീല. സ്ഥാനാർത്ഥിയായി കൂടെ നടക്കുമ്പോൾ ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആളുകളുടെ നമസ്കാരം ഈ വോട്ട് ചോദിക്കലല്ല, മറിച്ച് പരിചയം പുതുക്കലാണ്. ഒന്നിച്ചു പഠിച്ച ആളുകളെ വർഷങ്ങൾക്ക് ശേഷം പലരെയും കാണുന്നത്, അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യാൻ പോയ ആളുകൾ അവരെല്ലാം ലീവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ രഥോത്സവ സമയം. ഭാര്യ മിനി കൃഷ്ണകുമാർ കൂടെ ചേരുന്നുണ്ട്. അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ വർത്തമാനമായിട്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടല്ലോ, എല്ലാ പ്രാവശ്യവും രഥോത്സവത്തിന് വരാറുണ്ട്. ഫാമിലി ആയിട്ട് വരാറുണ്ട്, ഫാമിലി ആയിട്ട് തന്നെ വരാറുണ്ട്. ഇത്തവണത്തെ ഒരു തിരക്കും മറ്റൊക്കെ? ഇത്തവണത്തെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവം കൂടെ വരികയാണല്ലോ. അപ്പോൾ രഥോത്സവവും ജനാധിപത്യത്തിൻ്റെ ഉത്സവവും എല്ലാം കൂടെ ഒരുമിച്ച് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു തിരക്ക് നന്നായിട്ട് അനുഭവപ്പെടുന്നതല്ലേ? അതെ, അതുതന്നെയാണ്. ഏതായാലും അഗ്രഹാര വീഥികളൊക്കെ ഇങ്ങനെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വലിയ സന്തോഷമാണ് ഓരോരുത്തരുടെ മുഖത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം തേടിക്കൊണ്ട് എല്ലാ ദേവതമാരെയും ദേവീദേവന്മാരെയും ഒക്കെ ഒരുമിച്ച് കാണാനുള്ള ഒരു നിമിഷം, അതാണ് ഈ കൽപ്പാത്തിയിലെ രഥോത്സവ ദിനം. ആ ഒരു ദിനം ഏതായാലും കൽപ്പാത്തിക്കാർ ഒന്നടങ്കം വലിയ ആഘോഷമാക്കി മാറ്റുന്നു. ഒപ്പം തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ ഇങ്ങനെ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. നാളെയാണ് ദേവരഥ സംഗമം. നാളെ ഇതിനേക്കാൾ വലിയ തിരക്ക് തന്നെ നാളെ അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്.